പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്സപ്പിലൂടെയും നമ്മളോട് മെസ്സേജ് ഇട്ട് ചോദിക്കുന്ന ചോദ്യം, അവർക്ക് ബ്രോയിലർ കാട എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടുന്ന കാട 45 ദിവസം തൊട്ട് 50 ദിവസം വരെ കഴിഞ്ഞെങ്കിലേ അവർക്ക് ഇത് ഈ 170, 180, 200 ഗ്രാമോളം തൂക്കം കിട്ടുന്നുള്ളൂ. അതെന്തുകൊണ്ട് എന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് 100% ബ്രോയിലർ കാട ആണെങ്കിൽ അത് 18 ദിവസം തൊട്ട് 25 ദിവസം ആകുമ്പോഴത്തേക്കും 180 ഗ്രാം തൊട്ട് 225 ഗ്രാമോളം അതിന് തൂക്കം വരും. എന്തുകൊണ്ട് അത് വരുന്നില്ല എന്ന് വെച്ചാൽ, ഒരുപാട് പേര് ചെയ്യുന്ന ഹാച്ചറിക്കാർ ചെയ്യുന്ന ഒരു പ്രത്യേകത, ബ്രോയിലർ കാടയുടെ പെടക്കാടയിലേക്ക് മുട്ടക്കാടയുടെ പൂവനെ ഇട്ട് ക്രോസ് ചെയ്യിപ്പിക്കും. അങ്ങനെ ചെയ്യിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, അത് ക്രോസിംഗ് ആയി. അതായത് രണ്ട് വെറൈറ്റി ഇനങ്ങളെ ക്രോസ് ചെയ്യിപ്പിക്കുമ്പം വളരെ ചെറിയ കാടയായിരിക്കും നമുക്ക്. അതായത് മുട്ടക്കാടയിൽ അല്പം വലുത്, എന്നാൽ മുട്ടക്കാടയുടെ അതേ ഒരു പ്രവണത ഇത് കാണിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ശരിക്കും നമുക്ക് ഒറിജിനൽ ഒരു ബ്രോയിലർ കാടയുടെ ഗുണം അതിന് കിട്ടുകയില്ല. അത് ഹാച്ചറിക്കാർ ചെയ്യുന്നതിൻ്റെ കാരണം ഹാച്ചബിലിറ്റി കൂടുക. എന്നാൽ മുട്ടക്കാടയെ നമ്മൾ മെഷീനിൽ വെച്ച് വിരിയിപ്പിക്കുകയാണെങ്കിൽ 80% തൊട്ട് 85%, 90% വരെ മുട്ട വിരിഞ്ഞു കിട്ടും. അതായത് 100 മുട്ട വെച്ചാൽ നമുക്ക് 80 മുട്ട തൊട്ട് 90 മുട്ട വരെ വിരിഞ്ഞു കിട്ടും. നമുക്ക് നഷ്ടപ്പെട്ട് പോകുന്ന മുട്ട 10 മുട്ടയെ 100 മുട്ട വെച്ചാൽ നമുക്ക് നഷ്ടപ്പെടുള്ളൂ. പക്ഷേ ബ്രോയിലർ കാട അങ്ങനെയല്ല. എന്നാൽ ബ്രോയിലർ കാടയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ പോലെ വളരെ ചെറിയ ഹാച്ചബിലിറ്റിയാണ് നമുക്കുള്ളത്. അത് എത്രമാത്രം ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് ഹാച്ചബിലിറ്റി കുറയും. അതായത് വലിപ്പം വലിയ കാടയായിരിക്കും. അപ്പോൾ ഏകദേശം ഒരു 450-500 ഗ്രാമോളം ഒരു കാടയ്ക്ക് തൂക്കം വരും. അപ്പം അതിന് ഹാച്ചബിലിറ്റി കുറയും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഹാച്ചബിലിറ്റി ഉണ്ടാകുന്നതിൻ്റെ കാരണം. ഭൂരിപക്ഷ ഹാച്ചറിക്കാരും ക്രോസിംഗ് ആണ് ചെയ്യുന്നത്. എന്നാൽ അവരിപ്പം മുട്ടക്കാട ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയും മുട്ടക്കാട ഉണ്ടെന്ന് പറയും. ബ്രോയിലർ കാട ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയും ബ്രോയിലർ കാട ഉണ്ടെന്ന് പറയും. പക്ഷേ എല്ലാം കൊടുക്കുന്ന ഇതാണ് ഈ ക്രോസ് ചെയ്യിപ്പിച്ച കാടയുടെ കുഞ്ഞുങ്ങളെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുമ്പം ഈ ഒരുപാട് ദിവസങ്ങൾ മുന്നോട്ട് പോയിട്ട് കൊടുക്കുന്നത്. എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞിനെ എടുക്കാനും അത് നിങ്ങൾ ആദ്യം എടുത്തൊന്ന് പരീക്ഷിച്ച് നോക്കാനും, ആ പരീക്ഷിച്ചിട്ട് ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ഈ 18 ദിവസം തൊട്ട് 20 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 22 ദിവസത്തിനുള്ളിൽ 200 ഗ്രാമോളം ഇത് വളർച്ച കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് കുഞ്ഞിനെ നിങ്ങൾ എടുക്കുക. അല്ലാണ്ട് ഒരുപാട് പേര് ചെയ്യുന്ന ചിലപ്പോൾ 1 രൂപയോ 2 രൂപയോ കുഞ്ഞിന് കുറച്ച് കൊടുക്കും. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന കുഞ്ഞുങ്ങളെ, ഈ ക്രോസിങ് ചെയ്യിപ്പിച്ച കുഞ്ഞുങ്ങളെയാണ് നിങ്ങൾക്ക് ഈ ബ്രോയിലർ കാടയാണെന്ന് പറഞ്ഞുകൊണ്ട് തരുന്നത്. അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് അത് എടുക്കുക. അല്ലാണ്ട് നമ്മളെ സംബന്ധിച്ച് വേറെ ഒരു മാർഗ്ഗവുമില്ല. നമ്മളിവിടെ കൊടുക്കുന്നത് 100% സത്യസന്ധമായ 100% ഉറപ്പുള്ള കുഞ്ഞുങ്ങളെ മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നമ്മൾ കുഞ്ഞിനെ എല്ലാ ആഴ്ചയിലും ഡെലിവറി ചെയ്യുന്നുണ്ട്. ഒരു കണക്കിന് ആൾക്കാർ അത് എല്ലാ ആഴ്ചയും മേടിക്കുന്നുണ്ട്. അത് അവർക്ക് തന്നെ അറിയാം നമ്മുടെ കുഞ്ഞിൻ്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്ന്. അപ്പം നിങ്ങൾ എടുക്കുന്നിടത്തുനിന്ന് ഏത് ഹാച്ചറിക്കാരുടെ എടുത്താലും നിങ്ങൾ 100% നല്ല കുഞ്ഞിനെ എടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാണ്ട് ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് വളർച്ച വ്യത്യാസം വരുകയില്ല. അത് ക്രോസിങ് തന്നെയാണ്, അല്ലാണ്ട് വേറെ ഒരു കാരണവും അല്ല അതിന് കേട്ടോ.